കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് 3ാം പതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ ഒരു പുസ്തകശാലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പുസ്തകശാലയിൽ എൻ്റെ പുറകിലും മുന്നിലൊക്കെ ആയിട്ട് കാണുന്ന എല്ലാ പുസ്തകങ്ങളും എഴുതിയിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് എം പി എന്നാണ്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹം തന്നെ നമ്മളോട് പറയും. നിറയെ പുസ്തകങ്ങളാണ് ഈ സ്റ്റാൾ നിറയെ. അതിലെന്താണ് അത്ഭുതപ്പെടാനുള്ളത്? ഇത് പുസ്തകോത്സവമല്ലേ? പക്ഷേ ഇവിടുത്തെ പുസ്തകങ്ങളെല്ലാം കണ്ടിട്ട് അത്ഭുതപ്പെടാനൊരു കാരണമുണ്ട്. കാരണം ഇവയുടെ എല്ലാം എഴുത്തുകാരനും പ്രസാധകനുമെല്ലാം ഒരാളാണ്, എം പി എന്ന മാർട്ടിൻ പാലയ്ക്കാപ്പള്ളിൽ. എഴുത്തൊരു രാഷ്ട്രീയ ആയുധമാക്കിയ എം പി ബി ഫോർ എവർ എന്ന പ്രസാധക സംരംഭം ആരംഭിക്കാനൊരു കാരണമുണ്ട്. ബി ഫോർ എവർ എന്ന് എന്നേക്കുള്ളതെന്നൊരു അർത്ഥത്തിലാണ് ബി ഫോർ എവർ ബുക്സ് ഫോർ എവർ എന്ന് പറയുന്നൊരു ക്യാപ്ഷൻ കൊടുക്കാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പുസ്തകങ്ങളിൽ കോറിയിടുന്ന ഓരോ വാക്കിലും കൃത്യമായ രാഷ്ട്രീയം എം പിക്കുണ്ട്. നുണ നാടുവാഴുമ്പോൾ പ്രതിരോധത്തിൻ്റെ ശബ്ദമുയർത്തി എം പി എഴുതിയ പുസ്തകമാണ് ഭീരു. രാജ്നാഥ് സിംഗ് സവർക്കർ മഹത്വം പാടി വന്നൊരു സമയത്താണ് ലഘുലേഖ എഴുതാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് അതങ്ങനെയൊന്നും ഒതുങ്ങുന്നൊരു കാര്യമല്ല എന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ അത് പുസ്തകമായിട്ട് എഴുതി. ഒരു 10-58 പുസ്തകങ്ങളോളം റെഫർ ചെയ്തിട്ടാണ് സവർക്കർ ഭീരുവാണ് എന്ന് സമർത്ഥിക്കുന്നൊരു ചോദ്യമായിട്ടാണ് ഹെഡിങ് വരുന്നതെങ്കിലും അത് സമർത്ഥിക്കാൻ വേണ്ടി തന്നെ എഴുതിയതാണ്. പ്രത്യേകിച്ചും സാധാരണ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും കേൾക്കുന്നത് മാപ്പപേക്ഷ എഴുതിയൊരു കാര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് മാപ്പപേക്ഷ എഴുതിയതല്ല ഒരു പ്രധാന കാര്യമായിട്ട് തോന്നിയത്. കാരണം മാപ്പപേക്ഷ ഒരുപക്ഷെ അന്തമാൻ ജയിലിലെ ജീവിതം കൊണ്ടും ഭാവിയിൽ പോരാൻ പറ്റില്ല എന്നുള്ള വിചാരം കൊണ്ടും ഒക്കെ ഉണ്ടാവാം. പക്ഷേ അദ്ദേഹം തുടക്കം മുതലേ ഭീരുവാണ്. അവതാരികയില്ലാതെയാണ് എം പിയുടെ പുസ്തകങ്ങളിലേക്കുള്ള പ്രവേശനം. അതിനൊരു കാരണവുമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞൊരു 7ാം ക്ലാസ് മുതൽ എഴുത്താണ്. അതിനൊരു പ്രധാന കാരണം ഞാൻ രോഗിയായിരുന്നു, അൾസർ രോഗിയൊക്കെ ആയിരുന്നു. അപ്പോൾ സ്കൂളും എല്ലായിടും കളിക്കാനൊന്നും പറ്റാത്തൊരു കുട്ടിയായിരുന്നു, എവിടെയെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുക. അപ്പോൾ എഴുത്തായിരുന്നു ഒരു ആശ്വാസം. പിന്നെ ജീവിതത്തിലുണ്ടായ ദുഃഖകരമായ സാഹചര്യങ്ങളുമൊക്കെ അസ്തിത്വത്തിൻ്റെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ചുള്ളിക്കടക്കം വരുന്നൊരു കാലം, സത്യാനന്ദ മാഷൊക്കെ എഴുതുന്നൊരു കാലം. ആ കാലത്താണ് ഞാൻ ചെറുപ്പം വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കവിത കുമാരനാശാൻ്റെ 2 വരികളാണ്, മാറ്റൂൻ ചട്ടങ്ങളെ. അത് കുഞ്ഞുനാളെ കേട്ടതാണ്. പക്ഷേ ഒരു 10ാമത്തെ വയസ്സിൽ 10-12 വയസ്സുള്ളപ്പോഴാണ് മാഷിൻ്റെ കവിത വരുന്നത്. നാണം മറയ്ക്കാനൊരു കീറിയ ദേശീയ പതാക പോലുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിദാനന്ദ മാഷിൻ്റെ കവിത വരുന്നത്, നമ്മൾ അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടൊരു കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണ മനോഭാവം ആ കാലം തൊട്ട് വളർന്നത് എഴുത്തിനൊരു കാരണമായിട്ടുണ്ട്. വിശക്കുന്നവൻ്റെ, അടിച്ചമർത്തപ്പെടുന്നവൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് തൻ്റെ എഴുത്തിൻ്റെ രാഷ്ട്രീയം ശക്തമായി അവതരിപ്പിക്കുകയാണ് എം പി. ഇനിയും തിരക്കഥകളും കഥകളും നോവലുകളും ഒക്കെയായി എഴുത്തിൻ്റെ ലോകത്തേക്ക് കൂടുതൽ സജീവമാവുകയാണ് തൻ്റെ രാഷ്ട്രീയം ശക്തമായി പറഞ്ഞുകൊണ്ട് ഈ എഴുത്തുകാരൻ. അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ പ്രകാശിനൊപ്പം നവജിത്ത് അഷ്ടമേന്ദ്രൻ, കൈരളി ന്യൂസ്.